തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചുരക്കൽ നൽകിയ കത്തുകൾ പുറത്ത്. ഉപകരണക്ഷാമം അധികൃതരെ അറിയിച്ചില്ലെന്ന വാദം തെറ്റാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ആദ്യ കത്ത് നൽകിയത് മാർച്ച് 10-ന്, രണ്ടാമത്തെ കത്ത് നൽകിയത് ജൂൺ 6-നും എന്ന് തെളിവുകൾ പറയുന്നു. അതേസമയം ആരോഗ്യവകുപ്പ് നടപടിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായി ഹാരിസ് ചുരക്കൽ. പരാതിപ്പെടാൻ പേപ്പർ പോലും സ്വയം പണം കൊടുത്തു വാങ്ങേണ്ട ഗതികേടാണുണ്ടായതെന്ന് ഹാരിസ് ചുരക്കൽ ആരോപിച്ചു. വിദഗ്ധ സമിതി എന്താണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ റിപ്പോർട്ടിന്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. എനിക്ക് അതിന്റെ കോപ്പി അതിന്റെ ഈ വിശദീകരണ കത്തിനകത്ത് അവർ തന്നിട്ടില്ല. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിന്റ് എടുക്കാനുള്ള ഒരു പേപ്പർ പോലും നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ 500 പേപ്പർ വെച്ച് വാങ്ങിച്ച് എന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത്. അതേസമയം ഹാരിസിനോട് വിശദീകരണം തേടിയത് സ്വാഭാവിക നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട 1960-ന്റെ ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത്. പ്രവീണ ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രവീണ, ആദ്യം ഈ ആരോപണം വരുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയടക്കം ആരോഗ്യവകുപ്പടക്കം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം ഹാരിസ് ചുരക്കലിന് അത്രമാത്രം പിന്തുണ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്നതും നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളുടെ അടക്കം പിന്തുണ, പൊതുസമൂഹത്തിന്റെ പിന്തുണ. ഏതായാലും ഹാരിസ് ചുരക്കലിനെ കുറ്റക്കാരനാക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പിന് മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഹാരിസ് ചുരക്കൽ ഇപ്പോഴുള്ള ഈ അന്വേഷണ റിപ്പോർട്ടിലെ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്ന അന്വേഷണ റിപ്പോർട്ടിനോട് ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? ആദ്യഘട്ടത്തിൽ പറയേണ്ടത് ഈ അന്വേഷണ റിപ്പോർട്ടിനോടുള്ള ഡോക്ടർ ഹാരിസ് ചുരക്കലിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹം ഈ റിപ്പോർട്ട് അടിമുടി വ്യാജമാണെന്ന് പറയുന്നു. താൻ എല്ലാ തെളിവുകളും നിരത്തിയിട്ടും തനിക്ക് പരിചയമുള്ള 4 ഉദ്യോഗസ്ഥരായിരുന്നു, തനിക്കൊപ്പം ജോലി ചെയ്തിരുന്ന 4 ഉദ്യോഗസ്ഥരാണ്, 4 ഡോക്ടർമാരാണ് ഇതിൻ്റെ അന്വേഷണ സമിതിയിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതെന്നുള്ള ചോദ്യത്തിന് ഗൂഢാലോചന ഉള്ളത് എവിടെയാണെന്ന് വഴിയേ അറിയാമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. മാത്രമല്ല അദ്ദേഹം ഇന്നും കഴിഞ്ഞ ദിവസവും ആരോഗ്യവകുപ്പിലെ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നടിച്ചിരുന്നു. ഇന്നും അദ്ദേഹം പറഞ്ഞത് ബാത്റൂമിന്റെ ടൈൽസ് ഇടാനോ ബാത്റൂം കെട്ടിത്തരാനോ ഒന്നുമല്ല ആവശ്യപ്പെട്ടത്, പകരം ഉപകരണങ്ങൾ വാങ്ങിത്തരാനായിരുന്നു ആവശ്യപ്പെട്ടത്. അതിനുള്ള കത്തുകൾ ജൂൺ 6-ാം തീയതിയും മാർച്ച് 10-ാം തീയതിയും കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം അന്വേഷണ സമിതി കണ്ടെത്തലിലുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളതാണ്. കത്തുകളുടെ പകർപ്പുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതെന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ കത്തുകൾ എപ്പോഴും പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് ഗതികേടാണ്, പറയാൻ നാണക്കേടാണ്, പക്ഷെ പറയാതെ പോകാനാകില്ല. പലപ്പോഴും സ്വന്തം കീശയിൽ നിന്ന് പണം ചെലവാക്കി പ്രിന്റർ എടുക്കാനുള്ള പേപ്പർ അടക്കം വാങ്ങണം, അല്ലെങ്കിൽ മെഡിക്കൽ കമ്പനികളുടെ സഹായം തേടേണ്ട ഗതികേടിലാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് 500 രൂപയ്ക്ക് ഒരു പേപ്പർ കെട്ട് വാങ്ങാൻ പോലുമുള്ള ശേഷി ആരോഗ്യവകുപ്പിന് ഇല്ല. ഇതൊന്നും സാമ്പത്തിക പ്രതിസന്ധി അല്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചുരക്കൽ ചെയ്തത്. എന്തായാലും അദ്ദേഹം നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള നടപടിയാകുമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് മാത്രമല്ല ഡോക്ടർമാരുടെ സംഘടനയിൽ നിന്നടക്കമുള്ള പൂർണ്ണ പിന്തുണയുണ്ട്. ഡോക്ടർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായാൽ സമരപ്രഖ്യാപനമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന് അത്ര വേഗത്തിൽ ഡോക്ടർക്കെതിരെ നടപടി എടുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ താക്കീതിൽ ഒതുക്കിയേക്കും. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇന്നും അദ്ദേഹം നടത്തിയത് ചട്ടലംഘനമാണെന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട് ആരോഗ്യവകുപ്പിന്. ശരി പ്രവീണ.